ഹരേ കൃഷ്ണ. ഇന്ന് നമുക്കൊരു പ്രസിദ്ധമായ ഒരു ശിവക്ഷേത്രത്തിൻ്റെ കഥ പറയാം. പലർക്കും അറിയാമായിരിക്കാം, ചേർത്തലയിലുള്ള തിരുവിഴ മാരാരിക്കുളം ആ ഭാഗത്താണ് ചേർത്തലയ്ക്ക്. അപ്പം നമ്മൾ തിരുവനന്തപുരത്തു നിന്നാണെങ്കിൽ ചേർത്തലയിലേക്ക് പോകുമ്പോഴാണ് ആ ഭാഗമാണ് തിരുവിഴ. അവിടെ ഒരു മഹാക്ഷേത്രമുണ്ട്, മഹാദേവൻ്റെ ക്ഷേത്രമാണ്. ഒരുപാട് ആളുകൾ അവിടെ പോകാറുണ്ട്. തിരുവിഴയിൽ പോയിട്ട് ഛർദ്ദിക്കുമെന്ന് പറയും. ഛർദ്ദിച്ചാൽ നമ്മുടെ വയറ്റിൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലോ, അതായത് നമ്മൾ പറയുമല്ലോ, ചിലരൊക്കെ ഓരോന്ന് ഭക്ഷണത്തിലോ അതിലൊക്കെ ചെയ്തിട്ട് ഒരു മന്ത്രവാദമൊക്കെ ചെയ്ത് നമുക്ക് തന്നിട്ട് നമുക്ക് അത് ദോഷം ഉണ്ടാക്കി അങ്ങനെയൊക്കെ വരുമ്പോൾ അത് അവിടെ പോയിട്ട് ഒരു മരുന്ന് കഴിച്ചിട്ട് ഛർദ്ദിക്കും. അപ്പോൾ നമുക്കത് മാറും. അതുപോലെ തന്നെ മദ്യപാനം മാറാതിരിക്കുന്ന ആളുകൾ കാണും. അവർക്കും ഈ പറഞ്ഞതുപോലെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടാണെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അതും ഈ അവിടെ പോയി മരുന്ന് കഴിച്ച് കഴിയുമ്പോഴേക്കും ഛർദ്ദിക്കും. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിച്ചിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമാണ് നമ്മളിന്ന് പറയുന്നത്. ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം പണ്ട് അറയ്ക്കൽ പണിക്കർ എന്ന് പ്രസിദ്ധനായിരുന്ന ഒരു നായർ കുടുംബം വകയായിരുന്നു. എങ്കിലും ഈ സ്ഥലമെല്ലാം കാട് പിടിച്ചായിരുന്നു കിടന്നിരുന്നത്. ആ കാട്ടിനകത്ത് ഒരു കുളവും ഉണ്ടായിരുന്നു. ആ കുളത്തിൻ്റെ ചുറ്റും ഉള്ളാടന്മാർ അല്ലെങ്കിൽ വേടന്മാർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വിഭാഗം ജാതിയിൽപ്പെട്ട ആളുകളായിരുന്നു താമസിച്ചിരുന്നത്. അവർ ഈ കുളത്തിൽ നിന്ന് ആമകളെ പിടിച്ചുകൊണ്ട് അവയുടെ മാംസമെടുത്ത് വേവിച്ച് തിന്നുക പതിവായിരുന്നു. ആമകൾ കാരാമയെന്നും വെള്ളാമയെന്നും രണ്ട് വകയുണ്ട്. അവയിൽ ഈ കുളത്തിലുണ്ടായിരുന്നതെല്ലാം കാരാമയായിരുന്നു. കാരാമ വെള്ളത്തിനടിയിൽ ചേറിൻ്റെ അടിയിലായിരുന്നു മിക്കപ്പോഴും കിടക്കുന്നത്. അതിനാൽ ഈ ഉള്ളാടന്മാർ മരക്കൊമ്പുകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വടി കൊണ്ടോ ഒക്കെ വെള്ളത്തിലിറങ്ങി ഈ വെള്ളത്തിൽ ഇങ്ങനെ കുത്തി കുത്തി നടക്കും. ആ കോലിന് അവർ പറയുന്ന പേര് കാരാമക്കോലെന്നാണ്. ആ കോൽ കൊണ്ട് കുത്തുമ്പോൾ ആമയുടെ പുറത്തോ മറ്റോ കൊണ്ടാൽ ആമ പൊങ്ങി വരും. അപ്പോൾ അതിനെ പിടിച്ച് ഇവർ കൊണ്ടുപോയി വേവിച്ചു കഴിക്കും. ഇങ്ങനെ ഒരു ദിവസം ഒരു ഉള്ളാട സ്ത്രീ ആ കുളത്തിലിറങ്ങി കാരാമക്കോൽ കുത്തി നടന്നപ്പോൾ ഒരു സ്ഥലത്ത് നിന്നും രക്തം ശക്തിയോടുകൂടി മേൽപോട്ട് കുതിച്ചുയർന്നു വന്നു. അത് കണ്ടിട്ട് ആ വേട സ്ത്രീ ഭയപ്പെട്ടു. കരയ്ക്ക് കയറി ഓടിച്ചെന്ന് ആ വിവരം ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനായ അറയ്ക്കൽ പണിക്കരോട് പറഞ്ഞു. പണിക്കർ ഉടനെ തന്നെ ആ കരയിലെ മറ്റ് പ്രമാണിമാരോടും കൂടി കുളത്തിൻ്റെ സമീപത്തെത്തി. അവിടെ നോക്കിയപ്പോൾ കുളത്തിലെ വെള്ളം മുഴുവൻ രക്തമയമായി കണ്ട് എല്ലാവരും ഭയപ്പെട്ടു. പിന്നെ അവരെല്ലാവരും കൂടി ആ കുളത്തിലെ വെള്ളം തേകി വറ്റിക്കാനുള്ള ശ്രമം നടത്തി. അസംഖ്യം ആളുകൾ കൂടി 3 രാത്രിയും പകലും അവർ ഈ ജോലി തുടർന്നു. പക്ഷേ കുളത്തിലെ വെള്ളം മുഴുവൻ വറ്റിക്കാൻ അപ്പോഴും സാധിച്ചില്ല. എങ്കിലും വെള്ളം കുറേ വറ്റിയപ്പോൾ അവിടെ ഒരു അമ്മിക്കുഴവിയുടെ ആകൃതിയിൽ ഒരു ശില കാണുകയും അതിൽ നിന്നാണ് രക്തം സ്രവിച്ചുകൊണ്ടിരിക്കുക എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അമ്മിക്കുഴവി എന്താണെന്ന് അറിയാമല്ലോ, നമ്മുടെ അരകല്ലിൻ്റെ കുഴവി, അരകല്ലുകൊണ്ട് അരയ്ക്കുന്ന ആ ഭാഗം, അതാണ് അമ്മിക്കുഴവി എന്ന് പറയുന്നത്. അതുപോലൊരു ശിലയാണ് കണ്ടത്. അതിൽ നിന്നാണ് രക്തം സ്രവിച്ചത്. 4-ാം ദിവസം പ്രഭാതമായപ്പോൾ എവിടെ നിന്നോ ഒരു യോഗീശ്വരൻ അവിടെ വന്നു ചേരുകയും ആ യോഗി ജനങ്ങളോട് ഈ കാണുന്നത് കേവലം ശിലയല്ല, സ്വയംഭൂവായ ശിവലിംഗമാണ് എന്ന് പറഞ്ഞു. ഈ കുളത്തിലെ വെള്ളം മുഴുവൻ വറ്റിക്കണമെന്നും ഈ ശിവലിംഗത്തിൻ്റെ ചുവട് കാണാനും മനുഷ്യരാൽ സാധ്യമല്ല എന്ന് പറയുകയും ചെയ്തു. ഇവിടെ മണ്ണിട്ട് നികത്തി ക്ഷേത്രം പണിയിച്ച് വേണ്ടതുപോലെ ആചരിക്കുകയും ആദരിക്കുകയും സേവിക്കുകയും ചെയ്താൽ ഈ ദേശത്തിനും ജനങ്ങൾക്കും ആവശ്യമായ ശ്രേയസ്സുകളെല്ലാം മഹാദേവൻ ഉണ്ടാക്കിത്തരുമെന്ന് പറയുകയും ചെയ്തു. ഈ ഭഗവാന്റെ മഹാത്മ്യം ഒരിക്കലും വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിലാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഞാൻ
ഈ രക്തപ്രവാഹം ഇപ്പോൾ നിർത്തിത്തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ശിവലിംഗത്തിൽ കാരാമക്കോൽ കൊണ്ട് പൊട്ടിയിരുന്ന സ്ഥലത്ത് വെച്ച് അമർത്തുകയും ഉടനെ തന്നെ രക്തസ്രാവം നിൽക്കുകയും ആ യോഗി പെട്ടെന്ന് തന്നെ അദൃശ്യനായി തീരുകയും ചെയ്തു. ആ യോഗി ആരാണെന്നോ എവിടെ നിന്നാണ് വന്നതെന്നോ എങ്ങോട്ടാണ് പോയതെന്നോ ആർക്കും നിശ്ചയമില്ല. എങ്കിലും ജനങ്ങളുടെ ഭയവും സംശയവും നിവർത്തിക്കുന്നതിന് വേണ്ടി സാക്ഷാൽ മഹാദേവൻ തന്നെ യോഗിയുടെ വേഷം ധരിച്ച് അവിടെ വന്നതാകാമെന്ന് എല്ലാവരും തീർച്ചയാക്കി. അദ്ദേഹം കൽപ്പിച്ചതുപോലെ എല്ലാവരും ഉത്സാഹിച്ചും പണം ശേഖരിച്ചും ആ കുളത്തിൽ മണ്ണിട്ട് ശിവലിംഗം കാണാവുന്ന വിധത്തിൽ നികത്തുകയും അവിടെ ഒരു ക്ഷേത്രം പണിയുകയും കലശം മുതലായവ നടത്തിക്കുകയും ചെയ്തു. ഈ ക്ഷേത്രത്തിൻ്റെ കുളത്തിൻ്റെ സമീപത്ത് തന്നെ പണ്ടൊരു വിഷ്ണു ക്ഷേത്രവും ഒരു യക്ഷി അമ്പലവും ഉണ്ടായിരുന്നു. ആ വിഷ്ണു ക്ഷേത്രമായിരുന്നു ആ ദേശത്ത് പണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അമ്പലമായി ഇരുന്നത്. പണ്ടൊരിക്കൽ ഈ ദേശത്ത് മുഹമ്മദീയരുടെ ആക്രമണം ഉണ്ടായപ്പോൾ അവർ ആ വിഷ്ണു ക്ഷേത്രം നശിപ്പിക്കുകയും അവിടെ പ്രതിഷ്ഠിച്ചിരുന്ന വിഗ്രഹം ഇളക്കിയെടുത്ത് ഒരു കുളത്തിൽ കൊണ്ടുപോയി ഇടുകയും ചെയ്തു. എന്നാൽ യക്ഷി അമ്പലം അവർ നശിപ്പിച്ചില്ല. ഇനി ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട മരുന്നിനെ പറ്റി പറയാം. ക്ഷേത്രമുണ്ടായി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവിടെ പതിവായി ഒരു ഭ്രാന്തൻ വരികയും പോവുകയും ചെയ്തു തുടങ്ങി. അയാൾ ചിലരെ കുറേശ്ശെ ഉപദ്രവിക്കുകയും ചെയ്തു തുടങ്ങി. അനധികൃതമായി ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും ക്ഷേത്രത്തിലെ പാത്രം തേപ്പുകാരനായ തലക്കാട്ടു നായരെ കൂടുതൽ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. തലക്കാട്ടു കുടുംബക്കാർ കേവലം അമ്പലത്തിൽ പാത്രം കഴുകി കിട്ടുന്ന ആദായം കൊണ്ട് മാത്രം നിത്യവൃത്തി കഴിച്ചു പോകുന്ന ആളുകളായിരുന്നു. ആ ഭ്രാന്തൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതെ വന്നപ്പോൾ ഒരു ദിവസം ആ പാത്രം തേപ്പുകാരൻ നായർ മഹാദേവന്റെ തിരുനടയിൽ ചെന്ന് തൊഴുതുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ മഹാദേവ, ഈ ഭ്രാന്തന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ആയിരിക്കുന്നു. ഇതിനൊരു സമാധാനം അവിടുന്ന് തന്നെ ഉണ്ടാക്കി തന്ന് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. അന്നു രാത്രി ആ നായർ കിടന്നുറങ്ങിയപ്പോൾ ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട്, നീ ഒട്ടും വിഷമിക്കണ്ട, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ നിനക്ക് നേരിട്ടിരിക്കുന്ന ഉപദ്രവം നീങ്ങുമെന്ന് പറഞ്ഞു. നാളെ വൈകുന്നേരം ആ ഭ്രാന്തൻ ക്ഷേത്രത്തിൽ വരുമ്പോൾ അവനെ പിടിച്ചുകെട്ടി ക്ഷേത്രസന്നിധിയിൽ ഇടണം. മറ്റന്നാൾ കാലത്ത് നീ അവിടെ അടുത്തുള്ള പുരയിടത്തിൽ ചെന്ന് നോക്കിയാൽ അവിടെ പച്ച നിറത്തിലുള്ള ഒരുമാതിരി ചെടി കാണും. അത് ഒരു പിടി പറിച്ചു കൊണ്ടുവന്ന് ശാന്തിക്കാരെ ഏൽപ്പിച്ച് അവരെ കൊണ്ട് അത് പാലിൽ ഇടിച്ചു പിഴിഞ്ഞ് പന്തീരടി പൂജ സമയത്ത് മഹാദേവന്റെ പീഠത്തിന്മേൽ വെപ്പിച്ചിട്ട് പൂജിച്ചു വാങ്ങണം. 3 ചക്രം നടക്കി വെക്കുകയും എന്നിട്ട് ആ മരുന്ന് ആ ഭ്രാന്തനെ കുടിപ്പിക്കുകയും ചെയ്യണം. മരുന്ന് സേവിച്ചാൽ 2 നാഴിക കഴിയുമ്പോൾ ചെറു ചൂടോടുകൂടി നാഴി വെള്ളവും കൊടുക്കണം. ആ വെള്ളം കാഞ്ഞ വെള്ളമായിരിക്കണം, തിളയ്ക്കരുത്. തിളയ്ക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ചൂട് ആയ വെള്ളമാണ് കാഞ്ഞ വെള്ളം എന്ന് പറയുന്നത്. ആ കാഞ്ഞ വെള്ളവും കൊടുക്കണം. അത് കുടിച്ചു കഴിയുമ്പോൾ 1 നാഴിക കഴിയുമ്പോൾ അവനൊന്ന് ഛർദ്ദിക്കും. പിന്നെ ഉച്ചപൂജ കഴിഞ്ഞ് യക്ഷിക്ക് നിവേദിക്കുന്ന പാൽപ്പായസവും കുറച്ചു കൊടുക്കണം. അത് ഭക്ഷിച്ചു കഴിയുമ്പോഴേക്കും അവൻ്റെ ഭ്രാന്ത് മാറി അവൻ സ്വസ്ഥനായി തീരും. പിന്നെ യാതൊരു ഉപദ്രവവും ചെയ്യുകയില്ല. അതിനുശേഷം അവനെ കെട്ടഴിപ്പിച്ചു വിടാം. ശേഷം അവൻ്റെ ഇഷ്ടം പോലെ അമ്പലത്തിലെ നിവേദ്യച്ചോറോ പായസമോ കഞ്ഞിയോ എന്ത് വേണമെങ്കിലും കൊടുത്ത് വിട്ടേക്കണം. ഈ വിധമാണ് ആ നായര് സ്വപ്നം കണ്ടത്. നായര് ഞെട്ടിയുണർന്നു. ചുറ്റും നോക്കി ആരെയും കണ്ടില്ല. മഹാദേവൻ തന്നെ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതായിരിക്കാമെന്ന് നായര് ഊഹിച്ചു. പിറ്റേ ദിവസം മഹാദേവൻ പറഞ്ഞതുപോലെ തന്നെ ഈ നായര് ചെയ്തു. അതിനുശേഷം നോക്കിയപ്പോൾ ആ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുകയും അവസാനം ഈ ഭ്രാന്തൻ്റെ
ഭ്രാന്ത് മാറുകയും ചെയ്തു. അങ്ങനെ ഈ വാർത്ത നാട് മുഴുവൻ പരന്നു. അതിനുശേഷം ഒരുപാട് ആളുകൾ ഈ മരുന്ന് സേവിക്കുന്നതിനായിട്ട് ക്ഷേത്രത്തിൽ വരികയും മരുന്ന് സേവിച്ച് പൂർണ്ണ സുഖമാവുകയും ചെയ്യുന്നു. ഇപ്പോൾ മലയാളികൾ മാത്രമല്ല, മറ്റു ദേശക്കാരും ധാരാളമായി ഈ മരുന്ന് സേവിക്കാനായി ഇവിടെ എത്താറുണ്ട്. ഓരോ വർഷം കഴിയുന്തോറും ആളുകളുടെ സംഖ്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതല്ലാതെ ഒട്ടും തന്നെ കുറയുന്നില്ല. ഈ മരുന്ന് സേവിക്കുന്നതിനായി ഇവിടെ സകല ജാതി മതസ്ഥരും വരുന്നുണ്ട്. എല്ലാവർക്കും സുഖം കിട്ടുന്നുമുണ്ട്. വലിയ മുഴുഭ്രാന്തന്മാരെ കൈക്കും കാൽക്കും ചങ്ങലയിട്ട് പൂട്ടി ഇവിടെ കൊണ്ടുവന്ന് മരുന്ന് കൊടുക്കുന്നതും കാണാം. തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കുടുംബത്തിൽ നിന്നും ഒരു കൊച്ചു തമ്പുരാൻ ഇവിടെ എഴുന്നള്ളി മരുന്ന് സേവിച്ചതായി ദേവസ്വം വക കണക്കുകളിൽ കാണാം. ഈ മരുന്ന് സേവിച്ചാൽ കൈവശം നിമിത്തമുണ്ടാകുന്ന ഭ്രാന്തും എന്ന് മാത്രമല്ല, കുഷ്ഠം, മഹോദരം, അർശസ് തുടങ്ങിയ മഹാരോഗങ്ങളും ഭേദമാകുന്നതായി പറയുന്നു. കൈവശം നിമിത്തം കഷ്ടപ്പെടുന്നവർ ഇവിടെ നിന്ന് ഈ മരുന്ന് സേവിച്ചാൽ അവർ ഛർദ്ദിക്കുന്നതിൽ പരിശോധിച്ചു നോക്കിയാൽ ജപിച്ചു കൊടുക്കുന്ന സാധനത്തിൻ്റെ അംശം കാണാമെന്നും പറയുന്നു. അപ്പമോ പഴമോ എന്തായാലും എത്ര കാലം കഴിഞ്ഞാലും ഈ രീതിയിൽ കൈവശമായി കഴിക്കുന്നത് ഒരിക്കലും ദഹിച്ചു പോവുകയില്ല. അതുപോലെ ബാധോപദ്രവം കൊണ്ട് കഷ്ടപ്പെടുന്നവരും ഇവിടെ വന്ന് ഈ മരുന്ന് സേവിക്കാറുണ്ട്. ഇവിടെ ഇരിക്കുന്ന യക്ഷി അത്യുഗ്രമൂർത്തിയാണ്. ആ യക്ഷിയുടെ അനുഗ്രഹം കൊണ്ട് കൂടിയാണ് ജനങ്ങൾ ഇവിടെ വന്ന് മരുന്ന് സേവിച്ചാൽ അതിന് പൂർണ്ണഫലം ലഭിക്കുന്നത്. ഇതാണ് തിരുവിഴ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. ആലപ്പുഴ ജില്ലയിലാണ്. ഒരുപാട് ആളുകൾ ആ ക്ഷേത്രത്തിൽ വന്ന് ഈ വിധം മരുന്ന് സേവിച്ച് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി പോകുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ അന്ധവിശ്വാസമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ വിശ്വാസത്തോടു കൂടി ചെയ്താൽ അതിന് പൂർണ്ണമായ ഫലം ലഭിക്കുന്നുണ്ട്. അനുഭവസ്ഥർ ധാരാളമുണ്ട്. നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി തൊഴുത് ഈ വിധം ചെയ്താൽ അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാവുകയില്ല. എന്തായാലും ഗുണമുണ്ടായില്ലെങ്കിലും എന്ന് ഞാൻ പറയുന്നു. കാരണം ഛർദ്ദിക്കുമ്പം തന്നെ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ, എന്തെങ്കിലുമൊക്കെ അഴുക്കുകളുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു പോവുകയും ചെയ്യും. ധാരാളം ആളുകളെ എനിക്കറിയാം, മദ്യപാനമൊക്കെ നിർത്തിയ ആളുകളെ എനിക്ക് അറിയാം. അവരുടെ വിശ്വാസം കൊണ്ടുകൂടി ആയിരിക്കാം, മനസ്സിൻ്റെ ഒരു തോന്നലായിരിക്കാം, ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്തു കഴിയുമ്പം എനിക്ക് മാറുമെന്നുള്ള തോന്നൽ കൊണ്ട് മാറുന്നതാവാം. എന്ത് തന്നെയായാലും ഫലം ഒരുപാട് ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് തിരുവിഴ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. നിങ്ങളുടെ വീടിനടുത്താണ് ഈ ക്ഷേത്രമെങ്കിൽ ആ വിശേഷങ്ങൾ കൂടി നിങ്ങളൊന്ന് കമൻ്റ് ഇടൂ. കാരണം മറ്റുള്ളവർക്കും കൂടി അറിയാൻ പറ്റുമല്ലോ എന്താണ് അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ കൂടുതൽ പ്രത്യേകതകളെന്ന്. അതല്ല, പോയിട്ടുള്ളവരാണെങ്കിൽ ആ അനുഭവം കൂടി ഒന്ന് കമൻ്റ് ഇടൂ. അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിരുന്ന ശിശുപാലമോക്ഷം വളരെ പ്രത്യേകതയുള്ള ഒരു കഥയാണ്. അതുപോലെ ആവണങ്ങാട് കളരിയിലെ ചാത്തന്മാർ, എങ്ങനെയാണ് ഈ ചാത്തന്മാർ ആ വീട്ടിൽ കുടുംബത്തെത്തിയത്, എന്താണ് അതിൻ്റെ പ്രത്യേകത, ചാത്തന്മാരെ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ്, ഈ വിധമൊക്കെ കഥയായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മണ്ണാർശാല മഹാത്മ്യം, ഈ കഥകളൊക്കെ കേൾക്കുക. എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. എല്ലാവരും നാമം ചെല്ലുക, പ്രാർത്ഥിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കഥ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. ഹരേ കൃഷ്ണ.